അപ്പോസ്തലേറ്റിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും പലായുടെ ഹൃദയത്തിലുള്ള ഈ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഓതുകയാണ്. 75 കിലോ ഉള്ള കേക്ക് ഞാൻ ആദ്യം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉണർവ് ഉണ്ട്. അത്ഭുതകരമായൊരു കാര്യമാണ്. ഞാൻ ഇതിലെ കയറി പോന്നപ്പോഴും ദൈവമേ ഇത് എന്താണാവോ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് നെടുതൂക്കിലച്ചൻ്റെ വിശദീകരണം കേട്ടത്. യൂറോപ്പിലൊക്കെ സെന്റ് ആന്റണീസ് ബ്രെഡ് എന്ന് പറഞ്ഞ അന്തോനീസിന്റെ ഫീസ്റ്റ് വരുമ്പോൾ വലിയ ബ്രെഡ് ഇതുപോലെ ഉണ്ടാക്കി വെക്കും. കുട്ടികളൊക്കെ വന്ന് ചെറിയ കോടാലി കൊണ്ട് കണ്ടിച്ചെടുത്ത് ആവശ്യം പോലെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആവശ്യത്തിൻ്റെ ഒരു ഓർമ്മ കൂടെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഈ വലിയ കേക്ക് ഇവിടെ നമ്മൾ കാണുമ്പോൾ വലിയ സന്തോഷത്തിലാണ് നമ്മൾ. രൂപതയുടെ ഇതുപോലുള്ള ഒരു കുടിവരവ്, ഇതിനൊരു തനിമയുണ്ട്, പ്രത്യേകതകളുണ്ട്. വളരെയേറെ അധ്വാനം ഇതിൻ്റെ പിന്നിൽ നെടുതൂക്കിലച്ചനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. ഈ വലിയ ഹാള് നിറഞ്ഞ് കവിഞ്ഞ് ഇതിനോട് ബന്ധപ്പെട്ട 75 വയസ്സ് പൂർത്തിയാക്കുന്ന 1980 ജനിച്ച നമ്മളുടെ മാതാപിതാക്കളുടെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമാണിത്. ചരിത്രത്തിൽ ആകസ്മികമായിട്ട് ഉള്ളതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവപരിപാലനയുടെ അനാഭരണമാണ് നമ്മൾ ഈ നാടുകളിലെല്ലാം നമ്മുടെ രൂപതയില് ബഹുമാനപ്പെട്ട അച്ഛന്മാരും സമർപ്പിതരും അൽമായരും ചേർന്നുള്ള ഒരു വലിയ ഇഴയെടുപ്പത്തിന്റെ അടയാളമായിട്ടാണ് 140 പൊതുകാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിലേറ്റവും ആദ്യത്തേതായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചു എന്നത്. അങ്ങനെ നമ്മൾ ജൂലൈ മാസത്തിൽ നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയോടുകൂടി ഈ പ്ലാറ്റിനം ജൂബിലി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഒരു കുടിവരവ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ചരിത്രം എല്ലാ സംഭവങ്ങളെയും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ അഫിലിയേഷൻ നമ്മുടെ രൂപതയോടാണ് എന്നതാണ്. നിങ്ങൾ ഈ മഴയും മറ്റു അസൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോഴും നിങ്ങൾ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അംഗമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഫിലിയേഷൻ ഈ രൂപതയോടാണ്, ഈ രൂപതാ കേന്ദ്രത്തോടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ ആയിരിക്കുന്നത്. പല രൂപതയോട് ഒപ്പം പിറന്ന ആളുകളാണ് നിങ്ങൾ. അതാണ് ഇതിന്റെ പ്രത്യേകത. രൂപത പിറന്ന ആ വർഷത്തിൽ പിറന്ന ആളുകൾ എന്ന നിലയ്ക്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ രൂപതയുടെ ഹൃദയത്തിൽ ഉള്ളവര് നിങ്ങളാണ്. നിങ്ങളോടുകൂടിയാണ് ഈ രൂപത പിറന്നതും വളർന്നതും ഇന്ന് ഇതുപോലുള്ള ഒരു സ്വതന്ത്ര പ്രാദേശിക സഭയായിട്ട് നിൽക്കുന്നതും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ലഭിച്ചപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു പണ്ഡിതൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നൊരു നോവൽ എഴുതി. അർദ്ധരാത്രിയിൽ പിറന്ന ആ കുട്ടികളെ കുറിച്ചാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ പലാരൂപതയുടെ പ്ലാറ്റിനം ചിൽഡ്രൻ ആയിട്ട് ഉള്ളവരാണ് നിങ്ങൾ. വലിയൊരു അവസ്ഥയാണത്. നിങ്ങൾക്കെന്നും ഓർത്തിരിക്കാനുള്ള സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. പലാരൂപതയും നിങ്ങളും ഒന്നിച്ച് ഇവിടെ ജനിച്ചു എന്നത്. ആ ഒരു ചരിത്രം നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രമാണ് പല രൂപതയുടെയും ചരിത്രം. നിങ്ങൾ കരഞ്ഞപ്പോൾ രൂപതയും കരഞ്ഞു. ഏറ്റവും കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ചിരിച്ചപ്പോൾ രൂപതയും ചിരിക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, വിശാല സമൂഹത്തിന് വേണ്ടി ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ അങ്ങനെ രൂപതയുടെ ഒരു അനിവാര്യത നിങ്ങളിലൂടെ കാണാനും മനസ്സിലാക്കാനും
ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സന്തോഷകരമായൊരു കാര്യമാണ്. ലിഫ്റ്റ് ഗോൾസ് എബ്രായ വാക്കാണ്. നിർഭാഗ്യവശാൽ അവിടെയെല്ലാം യുദ്ധം നടക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ആ പദം കണ്ടുമുട്ടലാണ്, നേരെ നേരെ കാണുകയാണ്, അഭിപ്രായങ്ങൾ പറയുകയാണ്. നമ്മളൊരു വെറുതെ ഒന്ന് കാണുന്നതല്ല. എൻകൗണ്ടർ എന്നാണ് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ കണ്ടു, വർത്തമാനം പറഞ്ഞു, ശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, സ്നേഹ പ്രകടനങ്ങൾ, ചെറിയ സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കാപ്പി, അപ്പോഴാണ് ഒരു എൻകൗണ്ടർ നടക്കുന്നത്. ഈ ലിഫ്റ്റ് ഗോൾസ് നമ്മളുടെ ഹൃദയങ്ങളെ ഉണർത്തണം, നമുക്ക് കൂടുതൽ സന്തോഷം നൽകണം, കൂടുതൽ അഭിമാനബോധം നൽകണം. സ്വത്വ ബോധത്തെയും സ്വന്തമെന്ന ബോധത്തെയും വളർത്താൻ ഇത്തരം കൂടിവരവുകൾക്ക് ശക്തിയുണ്ട്. പലായുടെ ഐഡന്റിറ്റി അതാണ് സ്വത്വ ബോധം. ഒപ്പം നമ്മൾ അതിൽ പങ്കുചേരുമ്പോൾ സ്വന്തം എന്ന ബോധവും, ആ ഇരു ബോധങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ നമുക്കുള്ളിൽ സന്തോഷത്തിന്റെ വലിയൊരു കുതിച്ച് ചാട്ടമുണ്ട്. കുടുംബ വേരുകൾ അന്വേഷിക്കേണ്ട ഒരു നാളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങള് ചരിത്രം എഴുതിയിട്ടുണ്ട്. ഈ വർഷത്തിൽ തന്നെ കുടുംബ ചരിത്രം എഴുതിയ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ ഫാമിലി അപ്പോസ്റ്റലേറ്റിനെ ഏൽപ്പിക്കുകയാണ്. ഒരുപാട് വീടുകൾ അവരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. കുടുംബ ചരിത്രം എഴുതിയ കുടുംബാംഗങ്ങളും വേദപുസ്തകം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുടുംബാംഗങ്ങളും ഒന്നിച്ചു ചേരേണ്ടതുകൊണ്ട് ഇതുപോലെ അതൊരു വലിയ സംഭവമായിരിക്കും. എത്രയോ കുടുംബങ്ങൾ അവരുടെ ചരിത്രം എഴുതി. ആ ചരിത്രം നമ്മളെ ഒരു കുടുംബ വൃക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മുടെ വേരുകൾ എവിടെയാണെന്നും നമുക്ക് ആരോടൊക്കെയാണ് കൂടുതൽ ബന്ധങ്ങളുണ്ടെന്നും നമ്മുടെ ഉറവിടങ്ങൾ എന്താണെന്നും ഒക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. കുടുംബ ചരിത്രം നിങ്ങൾ എഴുതിയതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് ആ മീറ്റിങ്ങിൽ വരുമ്പോൾ ഓരോ കോപ്പിയും കൂടെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങളുടെ ആ കോപ്പീസ് എല്ലാം നമ്മൾ വയലിൽ ലൈബ്രറിയിൽ സൂക്ഷിക്കും പ്രത്യേകമായിട്ട്. അത് വലിയൊരു കളക്ഷൻ ആയിരിക്കും. എന്തുമാത്രം അറിവ് അതിനകത്തുണ്ട്. എത്രയോ ആളുകളുടെ പേര് വിവരങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. നിങ്ങള് ചരിത്രം എഴുതി എല്ലാവരും എനിക്കൊരു കോപ്പി തന്നിട്ടുണ്ട്, അതെന്റെ മുറിയിലുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾ വരുമ്പോൾ ഓരോ കോപ്പി കൂടെ കൊണ്ടുവരണം. അത് രൂപതയുടെ ഏറ്റവും വലിയ ഒരു ചരിത്രമാകണം, ചരിത്ര സംഭവമായിട്ട് മാറണം. അതിനു വേണ്ടിയാണ് ക്രിസ്തീയ മൂല്യങ്ങള് നമ്മൾ പരിശീലിക്കുന്നത് വീടുകളിലാണ്, ഏർപ്പാട് ക്ലാസ്സുകളിലാണ്, സ്കൂളുകളിലാണ്. പക്ഷേ അതിന്റെ ഗുണം കിട്ടുന്നത് വിശാല സമൂഹത്തിനാണ്. ഞാൻ എൻ്റെ പള്ളിക്കൂടത്തിൽ പഠിച്ചു, വേറെ ആരോടും എനിക്കൊന്നും പറയാനില്ല, അവർക്കൊന്നും നൽകാനില്ല, അതല്ലല്ലോ. നമ്മൾ വീട്ടിലും പള്ളിക്കൂടത്തിലും ഏർപ്പാട് ക്ലാസ്സിലും എല്ലാം പഠിക്കുന്നത് വിശാല സമൂഹത്തിന് വേണ്ടിയാണ്. എല്ലാ പഠനങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ്. പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആൺകുട്ടികളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനൊരു സംശയവുമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആൺകുട്ടികളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഇന്ന പരിശീലനം കൊടുത്തു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. എല്ലാ മേഖലകളിലും നമ്മൾ എത്തേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അവരെക്കുറിച്ച്, അവരുടെ വളർച്ചയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർമ്മിത ബുദ്ധിയേക്കാൾ അപകടമാണ് കുൽസിത ബുദ്ധി. പണ്ട് മാതാപിതാക്കളെ കുരുട്ടി ബുദ്ധി എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഈ കുൽസിത ബുദ്ധി. കുരുട്ടി ബുദ്ധിക്കാര് നിർമ്മിത ബുദ്ധി AI തുടങ്ങിയ വലിയ സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം വഴി ഉണ്ടാകുന്ന ഏത് കാര്യവും അതിനേക്കാൾ അപകടം പിടിച്ചതാണ് കുൽസിത ബുദ്ധി. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ നമ്മുടെ സഭയും സമുദായവും വിശാല സമൂഹവും വളരെയേറെ വിശ്വസിച്ചു പോകുന്നുണ്ട്. ആർക്കും ഒരിടത്തും സുരക്ഷിതമില്ലാത്ത വിധത്തില് ഉള്ള കയ്യേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. 75 വയസ്സുകാരെ
വൃദ്ധന്മാർ എന്ന് വിളിക്കാൻ ഒക്കില്ല. നിങ്ങളെ ആരെ കണ്ടാലും അങ്ങനെ തോന്നുകയാണ്, നിങ്ങൾ വൃദ്ധന്മാരാണ്. 75 സോഷ്യോളജിക്കലായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ വൃദ്ധന്മാരാണ്. നമ്മളൊരു കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പ്രായപൂർത്തി ആയവര് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണ് നിങ്ങൾ ആ അഭിമാനത്തിലൂടെ ആയിരിക്കുന്നത്. ആരാണ് വൃദ്ധൻ അല്ലെങ്കിൽ പ്രായപൂർത്തി ഒരാൾ എന്ന് പറയുന്നത്? ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് വൃത്തിയുണ്ടാക്കുന്ന അവസ്ഥയിൽ ആരെത്തുന്നുവോ അവരാണ് വൃദ്ധൻ. എല്ലാത്തിലും വർത്തിച്ചു വരുന്നവരാണ് വൃദ്ധന്മാർ. നല്ലപോലെ പാകപ്പെട്ടവരാണ് വൃദ്ധന്മാർ. അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും നിറയപ്പെട്ടവരാണ് മൂപ്പന്മാര്, 70 വയസ്സ് കഴിഞ്ഞവര്. അപ്പൊ നമുക്ക് അതെല്ലാമാണ് നമ്മുടെ പ്രത്യേകതകള്. നമുക്ക് ആ തരത്തിലുള്ള കാര്യങ്ങള് ഇതുപോലെ പാകം വന്നവരിൽ നിന്ന് ഇനിയും പഠിക്കാനുണ്ട്. അവരെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും രൂപതയുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമാണ് എന്നുകൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് 75 വയസ്സിലെത്തി നിൽക്കുന്ന നിങ്ങളാണ് പാകപ്പെട്ടവര്, നിങ്ങൾക്കാണ് നല്ല അറിവും പരിജ്ഞാനവും ഉള്ളവര്. അതുകൊണ്ടാണ് രൂപത നിങ്ങളെ ഇവിടെ ഇതുപോലെ ശ്രദ്ധിച്ചത്. പ്രധാനപ്പെട്ട അച്ഛൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ, ഈ ലിഫ് ഗോഡ്സില് ഈ മീറ്റിങ്ങില് 4 അച്ഛന്മാരും 26 സിസ്റ്റേഴ്സും 418 അൽമായരുമാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചിയും എത്തിക്കഴിഞ്ഞു. അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. വാർദ്ധക്യം അല്ലെങ്കിൽ 75 വയസ്സെന്നൊക്കെ പറയുന്നത് ഒരു തേന്മാവിൻ തോട്ടം പോലെയാണ്. നല്ല ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ നിൽക്കുന്ന തോട്ടം. ഇളം തലമുറക്കാർക്ക് രുചിക്കാനുള്ള നല്ലൊരു മാമ്പഴക്കാലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മക്കളും മക്കളുടെ മക്കളും ഉണ്ട്. ഒരുപക്ഷെ അതിലുള്ള കുഞ്ഞു പേരക്കിടാങ്ങളുള്ളവരും ഉണ്ടായേക്കാം. അങ്ങനെ മക്കളും മക്കളുടെ മക്കളുമുള്ള നിങ്ങളാണ് എല്ലാവർക്കും സൗഹൃദം, സന്തോഷം നൽകുന്ന ആളുകള് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ശാരീരികമായിട്ടുള്ള ബലക്ഷയം നിങ്ങളെ കണ്ടാൽ അധികമില്ല. നിങ്ങൾ നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ശാരീരികമായിട്ടുള്ള ബലം മാത്രമല്ല, നമുക്ക് മാനസികമായ ആത്മീയമായ ബലവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയ ബലം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും തീരുമാനങ്ങളെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരും. പക്ഷെ അത് താരതമ്യേന നീലച്ചിൽ താലൂക്കിലെ ആളുകൾക്ക് ആരോഗ്യത്തിന്റെ വലിയ പ്രതിസന്ധികൾ ഇല്ല. നരച്ച തല ശോഭയുള്ള ആളുകളുടെ ലക്ഷണമാണ്. അതാണ് അത് ഈ മണ്ണിന്റെ, ഈ വായുവിന്റെ, ഇവിടുത്തെ ഭക്ഷണത്തിന്റെ, നമ്മളുടെ ആധ്യാത്മിക വിചാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. വാർദ്ധക്യം അല്ലെങ്കിൽ 70 ഒക്കെ കഴിയുമ്പോൾ നമ്മളിവിടെ കൃത്യം 75കാരിരിക്കുമ്പോൾ വിളവെടുപ്പ് കാലമാണ്. നിങ്ങൾ വിതച്ചതെന്തും മറ്റുള്ളവര് കൊയ്യാൻ തുടങ്ങി. നിങ്ങൾ വലിയ പാടശേഖരമാണ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, നല്ലപോലെ പ്രാർത്ഥിച്ചു കേൾപ്പിച്ചു മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം. നിങ്ങൾ വിതച്ചതെല്ലാം നിങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൊയ്തെടുക്കുകയാണ്. ആ കൊയ്ത്തുകാലത്തിലാണ് നമ്മൾ പ്ലാറ്റിനം ജൂബിലിയില്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. 70 കഴിയുമ്പോൾ ഉള്ളിൽ ഒരു ശൈശവ നൈർമല്യം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പാകപ്പെടും, ഒന്ന് പരുവപ്പെടും. അപ്പോഴേ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ സ്വർഗോന്മുഖമാകും. നമുക്ക് കുറച്ചുകൂടെ ആത്മീയ പ്രാധാന്യമുള്ള വേദിയിൽ ഇരിക്കുന്നത് പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ, മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ്, വിവാഹ ഒരുക്ക കോഴ്സിന്റെ ടീം, ഇതാണ് പ്രധാനമായിട്ടും ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുഖ്യ പ്രവർത്തനം. അതിലൂടെയെല്ലാം നമ്മുടെ കർഷക സമ്മേളനങ്ങളും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണവും ഒക്കെ നമ്മൾ നടത്തി. രാമപുരത്ത് 46,000 ആളുകൾ പങ്കെടുത്തുവെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തന്ന കുറിപ്പ്. നമ്മുടെ താന്ത്രിച്ചന്റെ നേതൃത്വത്തിലായിരുന്നു PCMSന്റെയും
നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെയും ഒക്കെ കാര്യം നമ്മൾ നടത്തിയത്. അങ്ങനെ നമ്മളുടെ വിശ്വാസികളെ രൂപതയോട് എന്നും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു വലിയ കാര്യമാണ് നമുക്കുള്ളത്. ഈ ഫോറങ്ങള് മാതൃവേദിയും പിതൃവേദിയും വിവാഹ ഒരുക്ക കോഴ്സും പ്രോലൈഫും എല്ലാം കാറ്റഗറ്റിക്കൽ ടെസ്റ്റുകളാണ്. നല്ല കാറ്റഗസിസ് ഈ രൂപതയുടെ മക്കൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കുടുംബ കാറ്റഗസിസ് നല്ലതുപോലെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്താനും ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ പറയുന്നത്. പണ്ഡിതന്മാർ പറയാനുണ്ടല്ലോ, നേച്ചറിനെ നേർച്ചർ ചെയ്യുമ്പോഴാണ് കൾച്ചർ ഉണ്ടാകുന്നത്. നേച്ചറിനെ നേർച്ചർ ചെയ്യുമ്പോൾ കൾച്ചർ ഉണ്ടാകുന്നു. അതാണ് നിങ്ങൾ ചെയ്തത്. ഈ 75 വർഷങ്ങളില് നിങ്ങൾ ചെയ്ത ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ഹെറിറ്റേജ് ഉണ്ട്. അതില് നമ്മുടെ സഭയുടെ വിശ്വാസവും നിങ്ങൾ കണ്ടുമുട്ടിയ ആളുകളും അവരുമായിട്ട് നിങ്ങൾ നടത്തിയ സമ്പർക്കങ്ങളുമെല്ലാം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊരു പാറ്റേൺ, ഒരു എക്സ്ട്രീമായിട്ട് കാര്യം പറയുകയല്ല. നമ്മുടെ വീട്ടിലൊക്കെയുള്ള വല്യപ്പന്മാര്, വല്യമ്മച്ചിമാര്, 90 വയസ്സൊക്കെ ഉള്ള ആളുകള് ഇപ്പോഴും ഉണ്ട്. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അവരെ കുറിച്ച് നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഓർത്താല്, അവരതിരാവിലെ എഴുന്നേറ്റു, പള്ളിയിൽ പോയി, തിരിച്ചു വന്നൊരു കട്ടൻ കാപ്പി കുടിച്ചു, അവർ പാടത്തേക്ക് പോകുന്നു, തുമ്പായി എടുത്ത് പണിയുന്നു, കിടയ്ക്കുന്നു, അവിടെ തണ്ടു നടുന്നു, വളമിടുന്നു, കാട് കയറാതെ നോക്കുന്നു, കാത്തിരിക്കുന്നു, ഒടുവില് വിളവെടുക്കുന്നു, ഒരുമിച്ച് എന്നൊരു കപ്പ അല്ലെങ്കിൽ ഒരു ചേന പറിച്ചെടുക്കുന്നു, ഒന്നിച്ചത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് മുറിച്ച് പുഴുങ്ങി ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നു. അത് വലിയൊരു ആത്മബലമാണ്. അത് വലിയൊരു ആത്മബലമാണ്. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പം കണ്ടതാണ്. ആ ബലത്തിൽ ഒരു ചേനയിൽ അല്ലെങ്കിൽ ഒരു കപ്പയിൽ നമ്മൾ ഒന്നാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ വലിയൊരു ഭദ്രത. പിന്നീട് ഇപ്പോഴൊരു 50-55 വയസ്സുള്ളൊക്കെ ആളുടെ കാര്യം പറഞ്ഞാല്, പറമ്പ് കാട് കയറി, അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട്, ഓഫീസിൽ പോകണം, വൈകിട്ടാണ് വരുന്നത്, വരുന്ന വഴി 2 കിലോ കപ്പ വാങ്ങിക്കും, വേലക്കാരി അത് പൊടിഞ്ഞു വയ്ക്കും, അമ്മ പാത്രം കഴുകുന്ന സമയത്ത് അപ്പൻ അത് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകും. മോറോർലെസ് എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ അങ്ങനെ കാണുക. എങ്കിലും ഒരു ഹെറിറ്റേജ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞാലോ, ഞാൻ രാവിലെ ഏറ്റിരുന്ന് ചിപ്സും കൊക്കക്കോളയും കൂടെ കഴിക്കും. ഒരു ആരുടെയും കുറ്റമല്ല, പക്ഷെ നമ്മുടെ കൈവിരലിന്റെ ഇടയിലൂടെ ചോർന്നു പോകുന്ന നമ്മളുടെ സംസ്കാരം, അത് കാർഷിക മേഖലയിലാണെങ്കിലും സഭാ സമൂഹങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാം നമുക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട്. ആ നഷ്ടങ്ങളെ കുറിച്ചുകൂടെ ഓർക്കാനും പഠിക്കാനും തിരുത്തലുകൾ കൊണ്ടുവരുവാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ കരുതണം. ദൈവത്തിലും മനുഷ്യരിലും പ്രകൃതിയിലുമുള്ള വിശ്വാസം കുറെ കൂടെ വർദ്ധിക്കേണ്ടതുണ്ട്. സഭയോടും ദൈവാരാധന ക്രമത്തോടും സഭയുടെ ചരിത്രത്തോടും സഭയുടെ അച്ചടക്കത്തോടും കുറെ കൂടെ ക്രമബദ്ധമായ രീതിയിൽ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആരെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പറയുന്നില്ല. നമ്മൾ അറിയാതെ ഇതിൽ നിന്നെല്ലാം പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പാരമ്പര്യ ലംഘനങ്ങളിലൂടെ പിറുപിറുപ്പുകൾ കൂടുന്നുണ്ട്. നമ്മൾ എന്തായിരുന്നു, എങ്ങനെ വേണം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് മോശ മലയുടെ മുകളിലേക്ക് പോയി പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം പാലിച്ചപ്പോഴാണ് ദൈവം കൽപ്പന കൊടുത്തത്. കൽപ്പന ലഭിച്ചപ്പോൾ വെളിച്ചത്തിൽ കുളിച്ചിറങ്ങിയാണ് മോശ താഴേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ ആർക്കും പറ്റുന്നില്ല. അതുപോലെ വെളിച്ചം, ദൈവത്തിന്റെ 10 കൽപ്പനകളും ഏറ്റുവാങ്ങിയ ആ മനുഷ്യന്റെ മുഖത്തുള്ള വെളിച്ചം ദൈവത്തിന്റെ വെളിച്ചം തന്നെയാണ്. അബേലിന്റെ മുഖം പോലെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വലിയ ദൈവദർശനം കൊടുത്തപ്പോൾ
രൂപാന്തരീകരണം ആ ഒരു കാര്യത്തെ ഈശോ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ മോശയും പ്രത്യക്ഷപ്പെട്ടു. ദൈവമാണ് മോശയെ അടക്കിയത്. ദൈവം അടക്കം ചെയ്ത വ്യക്തി പ്രകാശപൂരിതനായിട്ട് വീണ്ടും ഈശോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് രൂപാന്തരീകരണം. വെളിച്ചത്തിൽ വ്യാപരിക്കേണ്ടവരാണ് നമ്മള്. വെളിച്ചത്തിന്റെ കഥകളും അറിവുകളുമൊക്കെ പലപ്പോഴും നമ്മൾ വിട്ട് കളയുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. നന്മ ചെയ്യുന്ന ആളുകൾക്ക് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആ നന്മ തന്നെയാണ് പരസ്യം. അവിടെ പിന്നെ ഒരു സപ്ലിമെന്റോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അഭിപ്രായം ഒന്നും ആവശ്യമില്ല. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ അത് കിട്ടിക്കൊള്ളും. ഈശോ പറഞ്ഞല്ലോ, നിങ്ങളുടെ വെളിച്ചം ജനതകളുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആളുകൾ പറയട്ടെ, നിങ്ങളുടെ മുഖത്ത് വെളിച്ചമുണ്ട്, നിങ്ങളെ കാണുമ്പോൾ ഈശോയെ പോലെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത് സ്ത്രീകന്മാരെ പോലെയാണ്, നിങ്ങൾ അർപ്പിക്കുന്ന കുർബാന കാണുമ്പോൾ സ്വർഗം തുറന്ന് വരുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് വെളിച്ചത്തിന്റെ മക്കളാകേണ്ടത്. അങ്ങനെ നമുക്കുള്ള ആ ഹെറിറ്റേജ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ എപ്പോഴും നമ്മൾ ദൈവത്തോടും സഭയോടും ഈ പ്രകൃതിയോടും ബന്ധപ്പെട്ട് ജീവിക്കണം. നമ്മളുടെ സംസ്കാരം, നമ്മളുടെ പ്രകൃതം തന്നെ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് വെളിച്ചമുള്ള ആളുകളെ പോലെ നമുക്ക് പെരുമാറാനും ഇടപെടാനും എല്ലാം സാധിക്കുന്നത്. ഞാനെന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. മലായോടുകൂടി പിറന്ന നിങ്ങൾ ഇന്നിവിടെ ഈ ഒരു വലിയ സമ്മേളനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാത്രമുള്ള ഈ സമ്മേളനത്തിൽ ഒന്നിച്ച് ചേരുമ്പോൾ അത് വലിയ സന്തോഷമാണ്. നമുക്കതിൽ കൂടുതൽ ഒന്നും നൽകാനില്ല. നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നല്ലതേ കൊടുക്കാവൂ. മോശമായിട്ടുള്ളത് കൊടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. ഈശോ പരസ്യ ജീവിതകാലത്ത് ജെറുസലത്ത് കൂടെ നടന്നു പോയപ്പോൾ ഒരുപാട് പേര് വഴിയിലിരുന്ന് വിമർശിച്ചു. അപ്പോൾ അത് കണ്ടു നിന്ന ഒരു ചേട്ടൻ, ഒരു എബ്രായൻ നോക്കി നിന്നു. ഈശോ അവരോട്, നിങ്ങൾക്ക് സമാധാനം, ജെറുസലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അതാണ്, ഷലോം, സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ടു നിന്നൊരു ചേട്ടൻ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് ഇതുപോലെ പെരുമാറാൻ പറ്റുന്നത്? അവരദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ മടിശീലയിലുള്ളത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ മടിശീലയിലുള്ളത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഞാനാണ് സമാധാനം, ഞാനാണ് വഴി, എനിക്കതേ കൊടുക്കാനുള്ളൂ. അവര് പറയുന്ന വാക്കുകൾ അതേപടി ആവർത്തിക്കാനോ അവരോട് തർക്കിക്കാനോ ഉള്ളയാളല്ല ഞാൻ. നമ്മളുടെ മടിശീലകളിൽ നന്മയായിരിക്കണം ഉള്ളത്. നമുക്ക് കൊടുക്കാനുള്ളതും അതാണ്. നല്ലതുപോലെ കൊടുക്കണം. ഒരു ഒരിക്കല് അമ്മ കൊടുത്തു വിട്ട ഒരു ലിസ്റ്റുമായിട്ട് കടയിൽ ചെന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. മിടുക്കനായ കുട്ടിയാണ്. ആ കച്ചവടക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. മിഠായി പറഞ്ഞ് തുറന്ന് ഒരു കുത്ത് മോനെടുത്തു, നീ മിടുക്കനാണ് എന്ന് പറഞ്ഞു. അപ്പോഴേ കുട്ടി പറഞ്ഞു, ചേട്ടൻ ഒരു കുത്ത് എടുത്തു തന്നേര്, എന്റെ കൈ തീരെ ചെറുതാണ്, ചേട്ടന്റെ കൈ വളരെ വലുതാണ്. ചേട്ടൻ ഒരു കുത്ത് എടുത്ത് എനിക്ക് തന്നാൽ എന്റെ വീട്ടിൽ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. കൈ നിറയെ എടുത്ത് കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. സമയം കടന്നു പോയതുകൊണ്ട് ഞാൻ കുറിക്കുകയാണ്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് മാതൃവേദി, പിതൃവേദി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. പിന്നീട് നമുക്ക് സംസാരിക്കാം. അവിടെ അമ്മയുടെ റോള്, അപ്പന്റെ റോള് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അമ്മയോട് ചേർന്ന് എല്ലാം ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പന്റെ റോള് അമ്മയോട് ചേർന്ന്, ഭാര്യയോട് ചേർന്ന് വീട്ടിലെ എല്ലാ കാര്യം ചെയ്യുക. വീട്ടിലെ ഏറ്റവും നല്ല, സമൂഹത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ അപ്പനാണ്. അബ്രഹാം ലിങ്കൻ പറഞ്ഞല്ലോ, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം അമ്മയാണ്. അതാണ് പൈതൃകം, അതാണ് കൾച്ചർ, അതാണ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത്. കൈമാറ്റം ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് കൈ പുറകോട്ട് കെട്ടി നോക്കി നിൽക്കുകയല്ല. കൈമാറ്റം ചെയ്യുന്നത് എന്താണോ അതിനോട് ഇഴുകിച്ചേർന്ന് അതിന്റെ ഭാഗമായിട്ട് നിന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് കൈമാറ്റം ഫലപ്രദമാകുന്നത്.
അല്ലെ നമ്മളൊരു പുസ്തകം കൊടുത്തു തിരിച്ചു പോന്നു, അതുപോലെ ഇരിക്കും. കൈമാറ്റം ചെയ്യേണ്ടത് ഉള്ളിലുള്ളതാണ്. അത് നല്ല അപ്പനും നല്ല അമ്മയ്ക്കും മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 75 വയസ്സ് പ്രായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ രൂപതയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു ഗെറ്റുഗതറാണ്. ഇതാണ് ശരിക്കും നമ്മളിവിടെ പറയുന്ന ലിഫ് ഗോൾസ് എൻകൗണ്ടർ. നമ്മൾ രൂപതയാണ് നിങ്ങളെ കാണുന്നത്, രൂപതയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കുമ്പോൾ നിങ്ങളും കാണുന്നത്. ആ ഒരു വലിയ സന്തോഷത്തിലാണ് നമ്മൾ, ആ അഭിമാനത്തിൽ നമുക്ക് ജീവിക്കാം. ഇതിനുവേണ്ട എല്ലാ നേതൃത്വവും നൽകിയ ബഹുമാനപ്പെട്ട നെടുതൂക്കിലച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ നല്ല പഠിപ്പുള്ള ആളാണ്, എംഎക്കാരനാണ്, ബൈബിൾ പുനായിൽ പഠിച്ച ആളാണ്, സോഷ്യോളജി പഠിച്ച ആളാണ്, നന്നായിട്ട് പാടാനും എഴുതാനും പെരുമാറാനും ഒക്കെ അറിയാവുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല ജീവിതത്തിൽ നിന്ന്, നല്ലൊരു ആത്മീയ ദർശനത്തിൽ നിന്നാണ് പലാരൂപതയുടെ ഈ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഇതുപോലുള്ള ഒരു ലിഫ് ഗോഡ്സിലേക്ക്, ഒരു എൻകൗണ്ടറിലേക്ക്, മുഖാഭിമുഖം കാണാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഇരുത്തുന്നതിലേക്ക് ഒക്കെ എത്താൻ സാധിച്ചത്. അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനെയും ക്ഷമാച്ചനും അതുപോലെ മറ്റ് അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം കൂടി നടപ്പ് ഞാനിവിടെ വന്നപ്പോൾ മുതൽ കാണുന്നതാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. അച്ഛനെ ഞാൻ അനുമോദിക്കുമ്പോൾ അച്ഛൻ്റെ കൂട്ടത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയുമാണ്. അത് കഥാനത്തച്ഛനാണ് അതിന് ഒരു വിജിലൻസ് നൽകുന്നത്. എന്തെങ്കിലും ഇവിടെ തിരുത്താനുണ്ടെങ്കിൽ ഇത് പറയുന്നത്. അച്ഛനോടിയോടി പാസ്റ്ററൽ സെന്ററിൽ ചെന്ന് എല്ലാ ഡയറക്ടർമാരെയും കാണുന്നുണ്ട്. ആ നേതൃത്വവും വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ കുടിവരവ് ടി.സി. ജോർജ് സാറുണ്ട്. സാറ് അറിവും പരിജ്ഞാനവും പാണ്ഡിത്യവും എല്ലാമുള്ള വ്യക്തിയാണ്. നമ്മുടെ രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം ഉണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സാറ് ഇന്ന് ഇവിടെ എത്തിയതും സ്റ്റേജിൽ ഇരുന്ന് ഇതിലെല്ലാം പങ്കെടുക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സംഘടനകളുടെ കാര്യസ്ഥന്മാരായിട്ടുള്ളവരും സ്റ്റേജിൽ ഉണ്ട്. അതിന്റെ എസൻഷ്യൽ ഭാഗമാണ്. ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് ഈ വാക്കുകളോടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.